ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇലഞ്ഞിക്കൽ ദേവീക്ഷേത്രത്തിലാണ് കേട്ടോ. തൃക്കാർത്തികയോടനുബന്ധിച്ച് ഇലഞ്ഞിക്കൽ ദേവീക്ഷേത്രത്തിൽ നടന്ന ദീപം തെളിയിക്കലാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോ ഇടാൻ കുറച്ച് നേരം വൈകിപ്പോയി, ക്ഷമിക്കണേ. അപ്പോൾ ദീപാവലിക്ക് സമാനമായ ആഘോഷമാണ് തൃക്കാർത്തിക. പ്രകാശത്തിൻ്റെ ഉത്ഭവമാണ് തൃക്കാർത്തിക. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് ഈ ആഘോഷങ്ങൾ നടക്കുന്നത്. സന്ധ്യയ്ക്ക് നമ്മളുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തിയ ശേഷം മുറ്റത്ത് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന കാർത്തിക ദീപത്തിൽ തിരി തെളിയിക്കുന്നു. വീടിന് മുൻവശങ്ങളിൽ മാത്രമേ തിരി തെളിയിക്കാൻ പാടുള്ളൂ. അമ്പലങ്ങളിൽ മാത്രമാണ് നമുക്ക് ചുറ്റുവിളക്കുകൾ കത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വീടിൻ്റെ മുൻവശത്ത് മാത്രമേ വിളക്ക് തെളിയിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ തൃക്കാർത്തികയെ പറ്റിയിട്ട് ചെറിയൊരു കഥ പറയാനുണ്ട്. എൻ്റെ ഗുരുക്കന്മാരും എൻ്റെ മോഡനും എൻ്റെ മാതാപിതാക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളിൽ വെച്ചിട്ട് ചെറിയൊരു കഥ എനിക്ക് പറയാനുണ്ട്. അത് ഒരിക്കൽ താരകാസുരൻ മഹാദേവനെ പ്രസാദിപ്പിച്ച് ശിവപുത്രനെ മാത്രമേ എന്നെ വധിക്കാൻ സാധിക്കാവൂ, ശിവപുത്രന് മാത്രമേ എന്നെ വധിക്കാൻ സാധിക്കാവൂ എന്ന് വരം നേടിയെടുത്തു. അതിനുശേഷം താരകാസുരൻ ദേവലോകം കീഴടക്കി. ഇതിൽ ദുഃഖിതരായ ഇന്ദ്രനും ദേവന്മാരും കൈലാസത്തിലെത്തി മഹാദേവനോട് തങ്ങളുടെ സങ്കടം പറഞ്ഞു. ഇത് കേട്ട് മഹാദേവൻ 6 മുഖങ്ങളോട് കൂടിയ ഒരു രൂപം സ്വീകരിച്ചു. ആ 6 മുഖങ്ങളിൽ നിന്ന് 6 അഗ്നിഗോളങ്ങൾ രൂപപ്പെട്ടു. പിന്നീട് മഹാദേവൻ അഗ്നിദേവനെയും വായുദേവനെയും വിളിച്ച് ഈ 6 അഗ്നിഗോളങ്ങളെ ഗംഗാനദിയിൽ എത്തിക്കാൻ പറഞ്ഞു. അവർ അതനുസരിച്ച് അഗ്നിഗോളങ്ങളെ ഗംഗയിൽ എത്തിച്ചു. ഗംഗാദേവി അഗ്നിഗോളങ്ങളുമായി ശരവണ പൊയ്കയിൽ എത്തിച്ചേർന്നു. അവിടെ വിടർന്നു നിൽക്കുന്ന 6 താമരപ്പൂക്കളിൽ അഗ്നിഗോളങ്ങൾ നിക്ഷേപിച്ചു. ഉടനെ ആ അഗ്നിഗോളങ്ങൾ 6 പിഞ്ചു കുഞ്ഞുങ്ങളായി മാറി. ആ സമയം അതുവഴി കടന്നുപോയ കൃത്തികമാർ എന്ന് അറിയപ്പെടുന്ന 6 കന്യകമാർ ആ കുഞ്ഞുങ്ങളെ എടുത്ത് താലോലിക്കാൻ തുടങ്ങി. അല്പസമയത്തിന് ശേഷം ദേവന്മാരും ശിവപാർവതിയും അവിടെ എത്തിച്ചേർന്നു. പാർവതി ദേവി ആ കുട്ടികളെ വാരിപ്പുണർന്നു. അപ്പോൾ ആ കുട്ടികളുടെ ശരീരം എല്ലാം കൂടി ഒന്നിച്ചു ചേർന്ന് 6 മുഖങ്ങളോടുകൂടിയ അറുമുഖനായിട്ട് അവതരിച്ചു. പാർവതി ദേവി സുബ്രഹ്മണ്യനെ എടുത്ത വാരിപ്പുണർന്ന ആ ദിവസത്തെ ആണ് തൃക്കാർത്തികയെന്ന് ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ പുരാണങ്ങളിൽ ഇതല്ലാതെ വേറെയും തൃക്കാർത്തികയെ പറ്റിയിട്ട് കഥകൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ചെറിയൊരു കഥയാണ് ഈ പറഞ്ഞത്. അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടി അറിയിക്കണം കേട്ടോ. പിന്നെ ഇതെനിക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ചെറിയ ബുക്കുകളൊക്കെ വായിച്ചിട്ടുള്ള അറിവുകളും എല്ലാം കൂടി വെച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ എന്നെ സഹായിച്ച എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ എല്ലാവരോടും നന്ദി പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.